Wedding Collections, the classic bridal world. പുന്നമറ്റം ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന നാട്ടൊരുമ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മതസൗഹാർദ്ദ സംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള രാഷ്ട്രീയ മത സാമൂഹിക രംഗത്തെ പ്രമുഖർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവിധ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തി മുന്നോട്ടു പോകുന്ന കൂട്ടായ്മയാണ് നാട്ടൊരുമ കൂട്ടായ്മ. പുന്നമറ്റം ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന നാട്ടൊരുമ കൂട്ടായ്മയുടെ മൂന്നാമത് മതസൗഹാർദ്ദ സംഗമവും ഇഫ്താർ വിരുന്നുമാണ് നടന്നത്. പടിഞ്ഞാറെ പുന്നമറ്റം യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 27-ാം രാവിൽ നടന്നുവരുന്ന ഇഫ്താർ വിരുന്നിലും മതസൗഹാർദ്ദ സംഗമത്തിലും സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ പങ്കെടുത്തു. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപറ്റം യുവാക്കളുടെ ഒരു അകമഴിഞ്ഞ സഹകരണങ്ങളും കൂട്ടായ്മ കൊണ്ട് ഈ നാടിനെ സംബന്ധിച്ചിട്ടും മറ്റ് അടുത്തുള്ള പ്രദേശങ്ങളിലും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എല്ലാ റമദാനിലും ഇത്തരത്തിലുള്ള നാട്ടൊരുമ എന്ന് പറയുന്ന ഒരു സംഗതി, അതിന് മതരാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മതസൗഹാർദ്ദ സദസ്സും ഇഫ്താർ സംഗമവും ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇതിന് ഒരുപാട് ആളുകളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് നല്ല രീതിയിൽ ഓരോ കൊല്ലം വരുമ്പോഴും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നത്. ഇനിയും വരും കാലങ്ങളിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ ഇഫ്താർ സംഗമത്തിനും നാട്ടൊരുമയ്ക്കും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS അജീഷിന്റെ നേതൃത്വത്തിലാണ് നാട്ടൊരുമ കൂട്ടായ്മയുടെ മതസൗഹാർദ്ദവും ഇഫ്താർ വിരുന്നും നടത്തിയത്. പടിഞ്ഞാറെ പുന്നമറ്റം മുഹ്യിദ്ദീൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം സയ്യിദ് സൈഫുദ്ദീൻ ആബിദീൻ തങ്ങൾ അൽ ബുഖാരി ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. നല്ലവരായ ഒരുപാട് ചെറുപ്പക്കാർ ചേർന്ന് നിന്ന് നാട്ടൊരുമ എന്ന പേരിൽ ഒരു മാനവ സൗഹാർദ്ദ സംഗമം പരിശുദ്ധ റമദാൻ മാസത്തിൽ നോമ്പ് തുറയുമായി ബന്ധപ്പെടുത്തി 2 വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ചതാണ്. വർത്തമാനകാല സാഹചര്യത്തിലെ സമൂഹങ്ങൾക്കിടയിൽ വളർന്നു വരുന്ന മതസ്പർദ്ധയും അകൽച്ചയും തീവ്ര നിലപാടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും മതങ്ങൾക്കിടയിൽ ഒരുപാട് അതിരുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ വർത്തമാനകാല സാഹചര്യത്തിൽ ഓരോ നാടുകളിലും ഇത്തരത്തിൽ പ്രത്യേകമായ സാഹചര്യങ്ങളെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് തന്നെ സമൂഹങ്ങൾക്കിടയിൽ സൗഹാർദ്ദവും സ്നേഹബന്ധങ്ങളൊക്കെ ശക്തിപ്പെടുത്താനുള്ള ഇത്തരം കൂട്ടായ്മകൾ ഉയർന്നു വരികയും അവരുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് തുണ നൽകട്ടെ. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കൂട്ടായ്മയുടെ ചെയർമാനുമായ അജീഷ് PS പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. പാറപ്പുഴക്കാവ് മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി, ആയവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുർമി അജീഷ്, വൈസ് പ്രസിഡന്റ് രാജൻ കടയ്ക്കോട്ട്, അഷ്റഫ് കെയർ ഫൗണ്ടേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് ബദ്രിയ, ഏനാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജിമോൻ പോൾ, DYFI ജില്ലാ പ്രസിഡന്റ് അനീഷ് M. മാത്യു, സലിം പനക്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഭാസ്കരൻ പിള്ള, ഉഷ രാമകൃഷ്ണൻ, മിനി, രഹന സോബിൻ, രമ്യ, ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, ജെയിംസ് ജോഷി, ജോൺ തെരുവത്ത്, ജോമി, മുസ്ലിം ലീഗ് നേതാവ് ഷക്കീർ തങ്ങൾ, ലോയേഴ്സ് ഫോറം സംസ്ഥാന സെക്രട്ടറി റഹീം പൂക്കടശ്ശേരി, ദളിത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VK വിജയൻ, ദിനേശ്, പ്രമുഖ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മതസംഘടനാ നേതാക്കൾ തുടങ്ങിയവർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ MCS ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ.